നമസ്കാരം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വിധിയെ ജനങ്ങളുടെ ഒരു വലിയ വിഭാഗം പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ ഇപ്പോഴും മടിക്കുന്നുവെന്നതാണ് നിലവിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം. സംസ്ഥാനത്തെ വോട്ടർമാരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഇടയിൽ ആഴത്തിൽ വേരൂന്നിയ ഈ സംശയം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയിലും വിശ്വാസ്യതയിലും അവർക്ക് ഉണ്ടായിട്ടുള്ള ആശങ്കകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഭരണകൂടം ഔദ്യോഗികമായിട്ട് നിയമസാധുത നൽകിയ ഒരു ഫലത്തെ ജനാധിപത്യപരമായ സംവാദത്തിലൂടെയും കണക്കുകളിലൂടെയും ചോദ്യം ചെയ്യാൻ പൗരസമൂഹം നിർബന്ധരാവുകയാണ്. അതാകട്ടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം കേവലം ഒരു വിജയിയെ പ്രഖ്യാപിക്കുക എന്നതിലുപരിയായിട്ട് ഫലത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് സംശയലേശമന്യേ വിശ്വാസം നൽകുക എന്നതാണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിലെ പ്രകടമായിട്ടുള്ള വൈരുദ്ധ്യമാണ്. CPI-ML ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യയാണ് ഈ വിഷയം പൊതുജന ശ്രദ്ധയിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം പുറത്തുവിട്ട വോട്ടർ പട്ടിക പ്രകാരം 7,42,00,000 ആളുകളാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാകട്ടെ 7,45,858 പേർ വോട്ട് രേഖപ്പെടുത്തിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഏകദേശം 3 ലക്ഷത്തിലധികം വോട്ടർമാരുടെ എണ്ണത്തിൽ സംഭവിച്ച വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത്. വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വോട്ടർമാരുടെ എണ്ണം എങ്ങനെ വർദ്ധിച്ചുവെന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ് ഭട്ടാചാര്യ ഇവിടെ ഉയർത്തുന്നത്. ഈ 3 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം കേവലം ഒരു സാങ്കേതിക പിശകായിട്ട് തള്ളിക്കളയാനാവില്ല. മറിച്ച് ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ട് ചോർച്ചയോ ക്രമക്കേടുകളോ സംഭവിച്ചുവെന്ന ഗുരുതരമായിട്ടുള്ള സംശയങ്ങൾക്ക് ശക്തി പകരുന്നതാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുള്ള ഒരു നേതാവ് എന്ന നിലയിൽ ദീപാങ്കർ ഭട്ടാചാര്യയുടെ വാദങ്ങൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിലെ യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതായത് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ഭരണത്തിൽ തുടരുന്ന ഒരു സർക്കാരിന് അതിരൂക്ഷമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിലും 2010 ഉണ്ടായ അവരുടെ മികച്ച പ്രകടനം ആവർത്തിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, കുടിയേറ്റ പ്രശ്നങ്ങൾ എന്നിവ രൂക്ഷമായിരുന്ന ഒരു സമയത്ത് ഭരണകക്ഷിക്ക് അനുകൂലമായി വന്ന ഈ അപ്രതീക്ഷിത ഫലം അത് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുന്ന ഏതൊരാൾക്കും സംശയത്തിന് ഇട നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ഫലത്തിലെ അസ്വാഭാവികത ഇതിനു പിന്നിൽ നടന്ന അട്ടിമറിയെ സംശയിക്കാൻ വോട്ടർമാരെ പ്രേരിപ്പിക്കുകയാണ്. ഭട്ടാചാര്യയുടെ ഈ ഗുരുതരമായ ആരോപണങ്ങളോടും കണക്കുകളിലെ വൈരുദ്ധ്യങ്ങളോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച മൗനമാണ് സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയത്. രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ മേൽനോട്ടം വഹിക്കുകയും അതിന്റെ നിഷ്പക്ഷത ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട പരമോന്നത സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനങ്ങളിൽ നിന്ന് ഇത്രയധികം വിശ്വാസം അർപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ സംശയം ഉയരുമ്പോൾ അത് ദൂരീകരിക്കാൻ ഭരണഘടനാപരമായ ബാധ്യത കമ്മീഷനുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകാനോ അല്ലെങ്കിൽ ആരോപണങ്ങൾ നിഷേധിക്കാനോ കമ്മീഷൻ തയ്യാറാകാത്തത് അത് പൊതുസമൂഹത്തിൽ അവരുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ കോട്ടം വരുത്താൻ കാരണമായി. ജനാധിപത്യത്തിൽ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ വിമുഖത അത് നിലവിലുള്ള സംശയങ്ങളെ ബലപ്പെടുത്തുകയുള്ളൂ. ഇത് ജനാധിപത്യ സ്ഥാപനങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കിയേക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ CPI-ML ലിബറേഷന് നേരിട്ട തിരിച്ചടിയും ശ്രദ്ധേയമാണ്. മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച ഈ പാർട്ടി ഇത്തവണ 20 മണ്ഡലങ്ങളിൽ ജനവിധി നേടി. എന്നാൽ കേവലം 2 സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചത്. ഇതിനു മുൻപുള്ള 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 മണ്ഡലങ്ങളിൽ മത്സരിച്ചപ്പോൾ 12 സീറ്റുകളിൽ അവർ വിജയിച്ചു. ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ ഇത്രയും കുറഞ്ഞ കാലയളവിലുണ്ടായ പ്രകടനത്തിലെ ഈ വലിയ വ്യതിയാനം ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തന്നെയുള്ള പൊരുത്തക്കേടുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് വാദിക്കുന്നവരുമുണ്ട്. ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടിക്ക് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും ഇത്ര വലിയ തിരിച്ചടി നേരിട്ടത് അത് തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥ സാഹചര്യങ്ങളെ പ്രതിഫലിക്കുന്നില്ല എന്ന വാദത്തിന് അധികമായ ബലം നൽകുകയാണ്. ബീഹാറിലെ ജനവിധി അത് നിയമപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടതാണെങ്കിൽ പോലും ഭൂരിഭാഗം ആളുകളും ഇതിനെ സംശയത്തോടെ വീക്ഷിക്കുന്നുവെന്ന വസ്തുത അവഗണിക്കാനാവില്ല. ഈ അവസ്ഥ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് ഒട്ടും അഭികാമ്യമല്ല. ഒരു ജനാധിപത്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ശിലയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ ജനങ്ങൾക്ക് അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അതിനാൽ തന്നെ ഈ വിവാദത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കാതെ എല്ലാ സംശയങ്ങൾക്കും വസ്തുനിഷ്ഠമായിട്ടുള്ള മറുപടി നൽകി ജനങ്ങളുടെ വിശ്വാസം പുനഃസ്ഥാപിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ബന്ധപ്പെട്ട അധികാരികളുടെയും അടിയന്തരവും ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയായി തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ ഈ സംശയങ്ങൾ ദൂരീകരിച്ച് തെരഞ്ഞെടുപ്പിന്റെ പവിത്രത അത് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്.